ജീവിതശൈലി രോഗങ്ങൾ കൂടി ആ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതെ അതെ ഇവ എങ്ങനെ അതെ. തടയാം? ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഡോക്ടർ? നമ്മള് ഇപ്പൊ ഈ ജീവിത ശൈലി അല്ലെങ്കിൽ നമ്മുടെ വെൽനെസ് വെൽബീയിങ്ങിന് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇത് പറയുമ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നമ്മളൊരു പരിപാടി നടത്തുകയുണ്ടായി. മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥികളും നമ്മുടെ സ്റ്റാഫും എല്ലാവരും കൂടെ ക്യാമ്പയിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ. അപ്പൊ നമ്മൾ ഓരോരുത്തരോടും എന്താണ് വെൽനെസ് എന്ന് ചോദിച്ചാല് നമുക്കെല്ലാം ഇത് എന്തോ ആണെന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ ഈ വെൽനെസ്സിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാല് നമ്മൾ ഓരോന്നും കുറച്ചുകൂടി ആലോചിക്കും. കാരണം അതൊരു കുറച്ചൊരു ആബ്സ്ട്രാക്റ്റ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾ ക്യാമ്പയിനുകളിലൊക്കെ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചുരുക്കപ്പേരാണ്. NEST. നമ്മൾ പക്ഷിക്കൂടില്ലേ, കിളിക്കൂട്, ആ കിളിക്കൂടിന് NEST എന്നല്ലേ പറയുന്നത്. 2 S ഉള്ള ഒരു അക്രോണിമാണ്. അതിൽ ആദ്യത്തേത് ഭക്ഷണമാണ്, ന്യൂട്രീഷൻ. ഇപ്പൊ നമ്മുടെ വെൽനെസ്സിന് ഭക്ഷണമാണ്. 2 എക്സസൈസ്, വ്യായാമം. 3 സ്ലീപ്പ്, ഉറക്കം. ഇനി ഒരു എസും കൂടിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ കിളിക്കൂട് നെസ്റ്റിന് 2 S ഉണ്ട്, NESST. രണ്ടാമത്തെ S സൊല്യൂഷൻ ഫോക്കസ് തിങ്കിങ് എന്നുള്ളതാണ്. ഇതൊരു ന്യൂ വേവ് സൈക്കോതെറാപ്പിയാണ്. ഇതൊരു പുതിയ കാലത്തെ ചിന്തയാണ്. ഞാൻ എന്താണെന്ന് വിശദമായിട്ട് പിന്നെ പറയാം. ആ പുതിയ ചിന്ത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ പ്രശ്നം, പ്രശ്നം എന്താ നമ്മുടെ ചർച്ചകളിലും ഒക്കെ നമ്മുടെ വീടുകളിലും ഒക്കെ പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ നമ്മുടെ മാനസിക നിലയിലെ വ്യത്യാസം വരും. നമ്മൾ അതിന്റെ പരിഹാരം കണ്ടെത്താനുള്ള സാധ്യതകൾ കുറയും. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ പറയാതെ തന്നെ നമ്മൾ ഒരു ഗോള് സെറ്റ് ചെയ്ത് സൊല്യൂഷൻ ഫോക്കസ് തിങ്കിങ്, അതൊരു പുതിയ ചിന്താ പദ്ധതിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി സ്കൂളുകളിലും കോളേജുകളിലും ജോലി സ്ഥലത്തും ഒക്കെ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ S. 2 S രണ്ടാമത്തെ S, നാലാമത്തെ അക്ഷരം NESSTയുടെ. അവസാനത്തത് ടൈം മാനേജ്മെന്റ്. നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു സമയം വേണം. സെൽഫ്, കുടുംബത്തോടൊപ്പം ഫാമിലിയോടൊരു സമയം വേണം. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഒരു ടൈം മാനേജ്മെന്റ് വേണം. സ്ക്രീൻ ഉൾപ്പെടെ ഇപ്പൊ നമ്മൾ എല്ലാവരും ഇന്റർനെറ്റും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എത്ര സമയം നോക്കുന്നു, അതൊക്കെ അനുസരിച്ചിട്ട്. കാരണം നമ്മളുടെ അത് ജോലി സ്ഥലത്താണെങ്കിലും നമ്മുടെ ഒരു ചർച്ചയിൽ നമ്മുടെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ തന്നെ പറയണ്ടായ അതില് ഒരു ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനമാണ് നമ്മളുടെ സ്വന്തം വെൽബീയിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗ പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വെൽബീയിങ് കൂട്ടുന്നതാണെങ്കിൽ, അത് ശാരീരികവും മാനസികവും സാമൂഹികമായിട്ടുള്ള വെൽബീയിങ് കൂട്ടുകയാണെങ്കിലും ഈ 5 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വ്യായാമം, അത്യാവശ്യമായിട്ട് നമ്മൾ ഭക്ഷണത്തിലും വ്യായാമത്തിലും ഉറക്കത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നാലാമത്തെ കാര്യമാണ് ഈ സൊല്യൂഷൻ ഫോക്കസ് തിങ്കിങ്. അത് നമ്മുടെ ചിന്താ രീതിയിലുള്ള ഒരു വ്യത്യാസമാണ്. അവസാനത്തേത് ടൈം മാനേജ്മെന്റ്. ഇതിൽ ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് ഞാൻ പറയാം. അതിനു മുമ്പ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ എടുത്തിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് പറയാം. ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ ഭക്ഷണം തന്നെയാണ്.